ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കോച്ച് ഡേവിഡ് കാറ്റൽ. അപ്പോൾ കോച്ച് പറയുന്നത് നമുക്ക് നോക്കാം. കോച്ച് പറയുന്നത് അവസാനത്തെ കുറച്ച് ഐഎസ്എൽ മത്സരം താൻ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലാവുന്നത് ഈ ലീഗ് വളരെ പുരോഗതി ആയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ലീഗ് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. തൻ്റെ ഒരു ധാരണ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഡേവിഡ് കാറ്റൽ പറയുന്നുണ്ട്. I would like to charge mentality of the players. Some of players are disappointed with the performance of this season, but we need bring them up as much we can എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് പ്ലേയേഴ്സ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്, വളരെ നിരാശയാണ് നമ്മുടെ പ്ലേയേഴ്സ്. കാരണം വന്ന സീസണിൽ അത്ര മികച്ച പ്രകടനം അവർ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു മെൻറ്റാലിറ്റി നമുക്ക് തിരിച്ചെടുക്കണം, ഗുഡ് മെൻറ്റാലിറ്റി ആക്കി മാറ്റണം എന്നാണ്. പറ്റുന്നത്ര നമുക്ക് അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഡേവിഡ് കാറ്റൽ പറയുന്നത്. കാരണം ഇപ്പോൾ സമീപകാലത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിനെ അത്ര മികച്ച രീതിയിലൊന്നും പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സൂപ്പർ കപ്പിൽ കൂടിയാണ് കുറച്ചും കൂടി ബൂസ്റ്റ് ആക്കി എടുക്കണം എന്നാണ് ഡേവിഡ് കാറ്റൽ ഇപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ My way of football is about sacrifice and hard work all time, maximum so far in training, try to improve, work hard, try to improve എന്നാണ് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ സാക്രിഫൈസ് ചെയ്യുക, മികച്ച രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ പ്ലേയേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് കൂടുതൽ ട്രെയിൻ ചെയ്യുക, കൂടുതൽ വർക്ക് ചെയ്യുക, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കുക. അതാണ് നമ്മളിപ്പം ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് ഡേവിഡ് കാറ്റൽ പറയുന്നത്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാറുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ട്രെയിനിങ്, മാക്സിമം ഹാർഡ് വർക്ക് ആൻഡ് സാക്രിഫൈസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റൽ പറയുന്നത്. അത് തന്നെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഡേവിഡ് കാറ്റൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ആൾ മൈ ഐഡിയ ഈസ് ടു become back strong and solid team, but at same time if you need to win you need to score, so we need to find balance to be and comeback team and attacking team, but we need to be clever, we need know which kind of player we have. അപ്പോൾ അങ്ങനെയും കൂടി ഡേവിഡ് കാറ്റൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ആദ്യം നമ്മൾ കൃത്യമായിട്ടുള്ള അതായത് ശക്തമായിട്ടുള്ളൊരു ടീമായി മാറുക. നമ്മൾ ഓരോ സമയത്തും ഒരു വിജയിക്കാൻ ഉള്ള ശ്രമം നടത്തുക, നമ്മൾ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ കോമ്പാക്റ്റ് ഉള്ള ടീമായി മാറുക, കൂടുതൽ ആക്രമണശക്തമായ ടീമും കൂടി ആയി മാറുക എന്നുള്ളതാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റൽ പറയുന്നത്. ഇതൊക്കെ കളിക്കാരും തമ്മിൽ നമ്മൾ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ എടുക്കുക, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആക്രമണമായിട്ടുള്ള ഒരു ടീമാകുക, അതുപോലെ തന്നെ കൂടുതൽ കോമ്പാക്റ്റ് ടീമാവുക എന്നാണ്. ഏത് ടീമിലൂടെ മികച്ച രീതിയിൽ തന്നെ പോരാടി നിൽക്കാൻ സാധിക്കുന്ന ഒരു ടീമായി മാറുക എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റൽ പറയുന്നത്. എന്തായാലും കൂടെ അഭിക്റ്റാക്ടർജിയും അതുപോലെ തന്നെ കരോളിസ് കിങ്സ് ഉണ്ട്, അവരുടെ വാക്കുകളൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോയിലൂടെ ലെങ്തി ആയെന്ന് വിശ്വസിക്കുന്നു.